വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻജിഒ യൂണിയൻ മാർച്ചും ധർണയും നടത്തി. സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ എസ് നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയം ശക്തിപ്പെടുത്തുക, PFRDA നിയമനം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുക, പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, HBA മെഡിസപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക, ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ എസ് നായരാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. 1962 ഈ സംഘടന രൂപീകരിക്കപ്പെട്ട് 61 വർഷക്കാലം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ജീവനക്കാർക്ക് ഇന്ന് ഏറ്റവും ജീവനക്കാർക്ക് മാന്യമായ ശമ്പളവും മാന്യമായ സേവന വേതന വ്യവസ്ഥകളുമെല്ലാം പ്രദാനം ചെയ്യാൻ കഴിയുന്ന വിവിധ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സിവിൽ സർവീസിൽ നമ്മുടെ സമര സംഘടനയായി കേരള എൻജിഒ യൂണിയൻ മാറിയത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകർ ഈ പ്രചരണ ഭാഗമായി നമ്മുടെ മാർച്ചിന്റെ പ്രചരണത്തിന്റെ ഭാഗമായെല്ലാം നമ്മുടെ ഓഫീസുകളും നമ്മുടെ വീടുകളും എല്ലാം സന്ദർശിക്കുമ്പോൾ മനസ്സിലെന്നും കേരള എൻജിഒ യൂണിയൻ എന്ന് പറയുന്ന ഈ സംഘടനയോടുള്ള വിശ്വാസവും ഈ സംഘടനയോടുള്ള സ്നേഹവും ഈ സംഘടനയാണ് കേരളത്തിലെ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ നെടുന്തൂണായി മാറിയിരിക്കുന്നത് എന്നുള്ള വിശ്വാസവുമാണ് ഇന്ന് നമ്മുടെ 51 കേന്ദ്രങ്ങളിലും ജീവനക്കാർ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നത്. എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. PR സ്മിത, TV രചിത തുടങ്ങിയവർ സംസാരിച്ചു.